പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സമർപ്പണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് തകർക്കപ്പെട്ട ഒരു ലോകത്തിനായി ദൈവത്തിൻ്റെ വഴി എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയരെ, സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നു, വ്യക്തികൾ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു, സമൂഹങ്ങൾ സ്വാതന്ത്ര്യത്തിന് പുതിയ നിർവചനങ്ങൾ നൽകുന്നു. എന്നിട്ടും യുദ്ധങ്ങൾ തുടരുന്നു, ഉത്കണ്ഠ വർദ്ധിക്കുന്നു, ഹൃദയങ്ങൾ അസ്വസ്ഥമായി തുടരുന്നു. എന്തുകൊണ്ട്? കാരണം ലോകം സമർപ്പണമില്ലാത്ത സ്വാതന്ത്ര്യവും ശിഷ്യത്വമില്ലാത്ത ലിബർട്ടിയും അച്ചടക്കമില്ലാത്ത സ്വയംഭരണവുമാണ് തിരയുന്നത്. എന്നാൽ യേശു നമുക്ക് നൽകുന്നത് വ്യത്യസ്തമായ ഒരു പാതയാണ്. സമർപ്പണം എല്ലാറ്റിൻ്റെയും ആരംഭം. യാത്ര ആരംഭിക്കുന്നത് കരുത്തിലല്ല, മറിച്ച് സമർപ്പണത്തിലാണ്. ഗെത്സമന തോട്ടത്തിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. ലൂക്കോസ് 22:42. സമർപ്പണം എന്നത് ബലഹീനതയല്ല, അത് ധീരമായ വിശ്വാസമാണ്. എൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നതിൽ നിന്ന് അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്നതിലേക്കുള്ള മാറ്റമാണത്. റോമർ 12:1 നമ്മെ ഒരു ജീവനുള്ള യാഗമായി തീരുവാൻ വിളിക്കുന്നു. അതിനർത്ഥം നമ്മുടെ അഭിലാഷങ്ങൾ, ഭയങ്ങൾ, അഹങ്കാരം, നിയന്ത്രണം എന്നിവ ദിവസവും ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നതാണ്. സ്വയം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് സമർപ്പണം ഭയപ്പെടുത്തുന്ന ഒന്നായി തോന്നാം. എന്നാൽ സദൃശവാക്യങ്ങൾ 3:5-6 വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ വിശ്വാസമർപ്പിക്കുക. നാം നിയന്ത്രണങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ സമാധാനം കണ്ടെത്തുന്നു. നമ്മുടെ സ്വയംഭരണം സമർപ്പിക്കുമ്പോൾ ദൈവിക ഭരണത്തിനായി നാം ഇടമൊരുക്കുന്നു. സമർപ്പണമാണ് ആ വാതിൽ. ശിഷ്യത്വം, അനുഗമിക്കുന്നതിലെ ബന്ധം. യേശു പറഞ്ഞു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ലൂക്കോസ് 9:23. ശിഷ്യത്വം എന്നത് വെറുമൊരു ആരാധനയല്ല, അത് പ്രതിബദ്ധതയോടെയുള്ള അനുഗമിക്കലാണ്. യോഹന്നാൻ 8:31-32 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുന്നു എങ്കിൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ ക്രമം ശ്രദ്ധിക്കുക: വസിക്കുക, ശിഷ്യനാകുക, സത്യം അറിയുക, സ്വാതന്ത്ര്യം അനുഭവിക്കുക. ശിഷ്യത്വം എന്നാൽ അവിടുത്തെ വചനം പഠിക്കുക, അനുസരണത്തിൽ നടക്കുക, സ്വഭാവത്തിൽ വളരുക, മറ്റുള്ളവരെ അവിടുത്തെ അനുഗമിക്കാൻ സഹായിക്കുക. ഇത് യേശുവിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, അവിടുത്തെ സ്വന്തമായിരിക്കുന്നതാണ്. ഒരു ശിഷ്യൻ എന്നാൽ ഒരു പഠിതാവാണ്, ഗുരുവിനാൽ രൂപപ്പെടുത്തപ്പെട്ടവൻ. ശിക്ഷണം, അച്ചടക്കം നമ്മെ രൂപപ്പെടുത്തുന്ന പരിശീലനം. ശിഷ്യൻ, ശിക്ഷണം, അച്ചടക്കം എന്നീ പദങ്ങൾ ഒരേ വേരിൽ നിന്നുള്ളതാണ്. എബ്രായർ 12:11 പറയുന്നു, ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷപ്രദമല്ല, ദുഃഖകരമത്രേ തോന്നുന്നത്. പിന്നത്തേതിൽ അതിൽ ശീലിച്ചവർക്ക് നീതി എന്ന സമാധാന ഫലം നൽകുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണം ശിക്ഷയല്ല, അത് രൂപപ്പെടുത്തലാണ്. അത് ആത്മീയ പരിശീലനമാണ്. പൗലോസ് 1 കൊരിന്ത്യർ 9:25 ആത്മനിയന്ത്രണത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു. 1 തീമോത്തിയോസ് 4:7-8 വാക്യങ്ങൾ ദൈവഭക്തിക്കായി നമ്മെ തന്നെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. അച്ചടക്കം ഇല്ലെങ്കിൽ ശിഷ്യത്വം വൈകാരികമായിരിക്കും, എന്നാൽ ആഴമില്ലാത്തതായിരിക്കും. സമർപ്പണം ഒരു നിമിഷത്തെ തീരുമാനമായി മാറും, എന്നാൽ വളർച്ചയുണ്ടാകില്ല. എന്നാൽ സമർപ്പണത്തോടുകൂടിയ ശിക്ഷണം പൂർണ്ണത നൽകുന്നു. അരാജകത്വമുള്ള ലോകത്ത് അച്ചടക്കം സ്ഥിരത നൽകുന്നു. അശ്രദ്ധമായ ലോകത്ത് അച്ചടക്കം ആഴം നൽകുന്നു. നാം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന കനത്ത വാതിലാണ് അച്ചടക്കം. സ്വാതന്ത്ര്യം, മനോഹരമായ ഫലം. ലോകം പറയുന്നത് സ്വാതന്ത്ര്യമെന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുക എന്നതാണ്.
തിരുവെഴുത്ത് പറയുന്നത് സ്വാതന്ത്ര്യം എന്നാൽ നിങ്ങളെ നശിപ്പിക്കുന്നവയിൽ നിന്നുള്ള മോചനമാണ് എന്നാണ്. യേശു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:36. ഗലാത്യർ 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, കുറ്റബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, സ്വയം കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇത് ജഡത്തിന് അവസരമൊരുക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് സ്നേഹിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. ഗലാത്യർ 5:13 പറയുന്നു, സ്നേഹത്താൽ തമ്മിൽ സേവിക്കുവീൻ. ശരിയായത് ചെയ്യാനുള്ള ശക്തിയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. വിരോധാഭാസമെന്ന് തോന്നാം. നാം നീതിയുടെ ദാസന്മാരായി റോമർ 6:18 മാറുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്. പ്രതിസന്ധിയിലായ ലോകത്തിനായുള്ള ദൈവിക ക്രമം. യുദ്ധങ്ങൾ വരുന്നത് നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്നാണ്. ഭിന്നത വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. പീഡനം വരുന്നത് സ്വയംഭരണത്തിൽ നിന്നാണ്. എന്നാൽ ചിന്തിച്ചു നോക്കൂ, നേതാക്കൾ ദൈവത്തിന്റെ ജ്ഞാനത്തിന് കീഴടങ്ങിയാൽ, പൗരന്മാർ സത്യത്തിന്റെ ശിഷ്യന്മാരായി ജീവിച്ചാൽ, കുടുംബങ്ങൾ ആത്മീയ അച്ചടക്കം ശീലിച്ചാൽ, സമൂഹങ്ങൾ സ്നേഹത്തോടെ സേവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഏറ്റെടുത്താൽ, സമാധാനം ഉടമ്പടികളിലല്ല ആരംഭിക്കുന്നത്, അത് രൂപാന്തരപ്പെട്ട ഹൃദയങ്ങളിലാണ് ആരംഭിക്കുന്നത്. ഇന്ന് എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ദൈനംദിന സമർപ്പണം. ഓരോ പ്രഭാതവും ഇങ്ങനെ തുടങ്ങുക, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ബോധപൂർവമായ ശിഷ്യത്വം. ദിവസവും തിരുവെഴുത്തുകൾ വായിക്കുക, ക്രിസ്തുവിന്റെ വചനങ്ങളിൽ വസിക്കുക. യോഹന്നാൻ 8:31. ആത്മീയ അച്ചടക്കം ശീലിക്കുക. പ്രാർത്ഥന, ആത്മനിയന്ത്രണം, ക്ഷമ, ഉത്തരവാദിത്വം എന്നിവ ശീലിക്കുക. സേവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യം സ്വയത്തിനു വേണ്ടിയല്ല, മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുക. മറ്റുള്ളവരെ ശിഷ്യരാക്കുക. ആത്മീയമായി വളരാൻ ഒരാളെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. ശിഷ്യന്മാരാണ് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത്. ഇത് രാഷ്ട്രീയ പരിഷ്കരണമല്ല, ഇത് ഹൃദയ പരിഷ്കരണമാണ്. ഹൃദയ പരിഷ്കരണം ചരിത്രത്തെ മാറ്റുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള സ്വർഗസ്ഥ പിതാവേ, ആശയക്കുഴപ്പങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് ഞങ്ങൾ വിനയത്തോടെ അങ്ങയുടെ അടുക്കൽ വരുന്നു. ഞങ്ങളുടെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടത്തിന് സമർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അഹങ്കാരത്തിൽ നിന്നും സ്വയംഭരണത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിൽ വസിക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സ്നേഹനിർഭരമായ ശിക്ഷണത്തിലൂടെ ഞങ്ങളെ പരിശീലിപ്പിക്കുമാറാകണമേ. അങ്ങനെ ഞങ്ങൾ നീതി എന്ന സമാധാന ഫലം പുറപ്പെടുവിക്കട്ടെ. പാപത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും സ്വാർത്ഥമോഹങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ സ്വാതന്ത്ര്യം സേവനമായും ഞങ്ങളുടെ ബലം സ്നേഹമായും മാറത്തക്ക വിധം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ഉണർവ് നൽകണമേ. രൂപാന്തരം ഞങ്ങളിൽ നിന്ന് ആരംഭിക്കട്ടെ. ദൈവമായ കർത്താവേ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായി ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.